9-ാം നൂറ്റാണ്ടിൽ പണികഴിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു ജൈനമത ടെമ്പിൾ നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുണ്ട്. കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലാക്കാം. അതെ, ഷിദ്രാൽ സ്ഥിതി ചെയ്യുന്ന ജൈനമത ടെമ്പിളിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഏകദേശം 10-20 മിനിറ്റ് നടക്കേണ്ട ഈ വഴികളിൽ കൂടി വേണം കേട്ടോ നമ്മൾ മേലത്തെ അമ്പലത്തിൽ എത്താൻ വേണ്ടിയിട്ട്. സൈഡിലൊക്കെ മരങ്ങളുള്ളതുകൊണ്ട് ആ വെയിലിന്റെ തീഷ്ണതയൊന്നും അറിയുന്നില്ല. എന്നാലും ആ ഒരു നല്ലൊരു രസമാണ് കേട്ടോ ഞാൻ നടന്നു പോകാനായിട്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ചിതറാൽ ഗ്രാമത്തിനടുത്തുള്ള തിരുച്ചെന്നാടു മലൈ എന്നറിയപ്പെടുന്ന കുന്നിന് മുകളിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇതിന്റെ സ്ഥാനം. കുന്നിൻ മുകളിൽ നിന്നാൽ താഴ്വരയിലെ തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ റബ്ബർ പാടവും നമുക്കിവിടെ നിന്ന് നന്നായിട്ട് കാണാൻ സാധിക്കും. അമ്പലത്തിന് താഴ്വരയിൽ എത്തുമ്പോഴേക്കും ഇതുപോലെ ചെങ്കുത്തായ പാറയിൽ വെട്ടിയുണ്ടാക്കിയ കുറെ പടികളുണ്ട്. ഇതിങ്ങനെ നടന്ന് കയറി ചെല്ലുമ്പോഴേക്കും ശരിക്കും ഒരു പ്രത്യേക ഒരു അനുഭൂതി നൽകുന്ന കാഴ്ചകളാണ് കേട്ടോ അവിടെ. നേരത്തെ പറഞ്ഞ പോലെ 9-ാം നൂറ്റാണ്ടിൽ പാറയിൽ കൊത്തിയെടുത്ത ഒരു ജൈനമത ക്ഷേത്രമാണ് കേട്ടോ ഇത്. ആദ്യ കാലങ്ങളിൽ തിരുച്ചരണത്തുപള്ളി എന്നായിരുന്നു ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ദിഗംബര ജൈന വിഭാഗത്തിലെ സന്യാസിമാർക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന കേന്ദ്രമായിരുന്നു ആദ്യം ഇത്. ഏകദേശം 13-ാം നൂറ്റാണ്ടോടുകൂടി ഈ സ്ഥലം ഭഗവതിക്ക് സമർപ്പിക്കുകയും ഒരു ഹൈന്ദവ ക്ഷേത്രമായി മാറുകയും ചെയ്തു. പാറയിൽ കൊത്തിയെടുത്ത വാസ്തുവിദ്യയുടെ മികച്ച ഒരു ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഒരു പാറയുടെ താഴെയുള്ള പ്രകൃതിദത്തമായ ഗുഹയിലാണ് ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന് ഏറ്റവും താഴെയായി പ്രകൃതിദത്തമായ ഒരു കുളവും കാണാം. ഈ കുളം ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ഈ ശില്പങ്ങൾക്കും എന്തിനേറെ പറയുന്നു, ഇവിടെ വരുന്നവർക്കും വളരെയേറെ കണ്ണിന് നല്ല രീതിയിലുള്ള ഒരു കുളിർമ നൽകുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം വളരെ തകർന്നൊരവസ്ഥയിലായിരുന്നു. പിന്നീട് നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഇവിടുത്തെ സംരക്ഷണം ഏറ്റെടുക്കുകയും ഇന്നത്തെ ഈ കാണുന്ന രീതിയിലേക്ക് നവീകരിക്കുകയും ചെയ്തു. ഇന്നും ഈ സ്ഥലം ഒരു ചരിത്ര സ്മാരകമാവുകയും അതേസമയം തന്നെ ഒരു സജീവ ഹൈന്ദവ ആരാധനാലയമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ശരിക്കും വളരെ അത്ഭുതം നൽകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.